നമസ്കാരം, എല്ലാവർക്കും ഷാൽസ് ബൈഗ് ഓഫ് സ്റ്റൈൽസ് വിത്ത് ഫൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 3 മീഷോ ഡ്രസ്സിൻ്റെ റിവ്യൂ പറയാനാണ്. ഞാൻ ഇട്ടതാണ്, അതിൻ്റെ ക്ലോത്ത്, അതിൻ്റെ കാര്യങ്ങൾ എല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. വീഡിയോ അധികം വലിച്ചു നീട്ടാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, സോ എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. ഒന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സാണ് കേട്ടോ. ഇത് ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ലുക്ക് തരുന്നൊരു ഡ്രസ്സാണ്. ഒന്ന് അത് വെള്ള ആയതുകൊണ്ടാവാം, പിന്നെ സോഫ്റ്റ് ആണ്, പിന്നെ ഞാൻ അധികം ഓർണമെൻറ്റ്സ് ഒന്നും ഇട്ടിട്ടില്ല. ആ പൂവിൻ്റെ കളറുള്ള ഒരു ഇയറിങ്ങുമായിട്ടാണ് ഞാൻ പെയർ ചെയ്തിരിക്കുന്നത്. മുടിന് വേണമെങ്കിൽ കേട്ടാൽ നമുക്ക്. സോ ഞാൻ കൂടുതലൊന്നും ചെയ്തില്ല. ഇതൊരു സ്ക്വയർ നെക്ക് വിത്ത് എ ലിറ്റിൽ സ്മോൾ നോട്ട് ഇൻക്ലൂഡിങ് എ സ്മോൾ എം ടി റീജിയൻ. നോട്ട് എം ടി, ജസ്റ്റ് എ ഹോൾ. സോ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം, വി ക്യാൻ ലൂസ് ഇറ്റ് ഓർ ടൈറ്റ്. ദെൻ അതിൻ്റെ കൈ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ അകത്ത് ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള എലാസ്റ്റിക് ഒന്നുമില്ല. കഴുത്ത് ഇത്തിരി വൈഡ് ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ഇതിലും എലാസ്റ്റിക് അല്ല. ഈ വള്ളി വലിക്കുമ്പോൾ നമുക്ക് ഈ വള്ളി വലിക്കുമല്ലോ, ഈ വള്ളി വലിക്കുമ്പോൾ അത് മുറുകും. എന്നിട്ട് ഇതിങ്ങനെ നോട്ട് ചെയ്താൽ മതി. ഓക്കെ, സോ ഇങ്ങനെയാണ്. ഒരു പഫ് സ്ലീവാണ്, ഒരു വലിയ പഫ് സ്ലീവാണ്. പുറകിലും വരുന്നിരിക്കുന്നത് ഒരു ഇതാണ്. ഞാൻ എങ്ങനെയാന്ന് എഴുന്നേറ്റ് നിന്ന് കാണിക്കാവേ. ഇങ്ങനെയാണ് വരുന്നേ. എങ്ങനെയുണ്ട്? വളരെ സോഫ്റ്റ് ആണ്, കംഫർട്ടബിൾ ആണ്, നമുക്ക് ഈസി വെയറിംഗ് ആണ്. ദെൻ പുറകിലും ഹഗ്ഗിങ് ആയിട്ടാണ് കിടക്കുന്നത്. ഒരു ടെൻഷനും വേണ്ട കേട്ടോ, ഈസി വെയറിംഗ് ആണ്. ഇതിങ്ങനെ ചതുരമാണ്. സോ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊന്നും വളരെ ഈസി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാം. ഒന്നും പറയാനില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ, വെരി ക്യൂട്ട് ലുക്കിംഗ് ആണ്. സോ ഇവിടെ ചെറിയൊരു സ്ലിറ്റ് വന്നിട്ടുണ്ട്. ദെൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ കുറച്ച് ഒന്നുകൂടെ ക്യൂട്ട് ആവുന്ന രീതിയിൽ അവിടെ കുറച്ച് സ്റ്റിച്ച് ചെയ്ത് അവൾ വളരെ കുറച്ച് ക്യൂട്ടായിട്ട് വെച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റും. ഇവിടത്തെയും ആ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ കട്ട് വന്നിട്ടാണ് അവർ താഴേക്കുള്ള പോർഷൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. സോ അവിടെയും തന്നെ പല കട്ടുകൾ വരുന്നുണ്ട് കേട്ടോ. ഈ വിലയിൽ ഈ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഗുഡ് ഡീലാണ് കേട്ടോ. ഹൗസ് ഇറ്റ്? ലെറ്റ്സ് ഗോ ടു ദ സെക്കൻഡ് ഡ്രസ്. സെക്കൻഡ് ഡ്രസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കോട്ടണി ഒരു ഫീൽ തരുന്ന, ഒരു വൈബ് തരുന്ന ഭയങ്കര ഫ്ലെയർഡ് ആയിട്ടൊരു ഡ്രസ്സാണ്. ഇത് അത്രയും ഫ്ലെയർഡ് ആയിരുന്നില്ല. അതിൻ്റെ കഴുത്ത് വന്നിട്ടും കുറച്ചുകൂടെ ക്ലോസ്ഡ് ആണ്. ഇതാണ് ആ ഡ്രസ്സ്. ഫ്ലിപ്കാർട്ടിലൊക്കെ ഇത് അവൈലബിൾ ആണ്, ഞാൻ കണ്ടിരുന്നു. സോ ഇത് മേടിച്ച് കഴിഞ്ഞാണ് ഞാൻ കണ്ടത്. ഇത് ബാക്കാണ് വരുന്നത്, ചെറിയൊരു ബട്ടൺ ക്ലോഷർ ഉണ്ട്. ഇത് ഊരിയാലും ഇല്ലേലും നമ്മുടെ കഴുത്തി തലയിൽ കൂടി ഇത് കിടക്കും കേട്ടോ. അത്യാവശ്യം വലിയ തലയുള്ള ആൾക്കാർക്ക് ഇത് കിടക്കും. ഇത് കൈയാണ്. ഇത് അറ്റത്തൊരു എലാസ്റ്റിക് വെച്ച് വളരെ ക്യൂട്ട് ആക്കുന്നുണ്ട്. ചെറിയ കൈയില്ല, കുറച്ചൊരു വലിയ കൈയാണ്. കണ്ടോ, 2 കൈയും നല്ല കട്ടിയുള്ള തുണിയാണ്. ഇത് പെട്ടെന്നൊന്നും ഇട്ടുപിടിച്ച് കീറുന്നൊന്നുള്ള പേടി വേണ്ട. പിന്നെ 2 പോർഷനായിട്ട് തച്ചിരിക്കുന്നത്. സോ നല്ല നീളമുണ്ട്. അറ്റം ചെറിയ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. വേറെ ഡീറ്റെയിലിംഗ് ഒന്നും വരുന്നില്ല. ഇതിൻ്റെ കമ്പനി നെയിമോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് ഇല്ല കേട്ടോ. സോ നമുക്കിത് എങ്ങനെയുണ്ട്, ഇതിൻ്റെ ഫുൾ ലുക്ക് ഒന്ന് കണ്ടിട്ട് വന്നാലോ? എങ്ങനെയുണ്ട്? ഇടുമ്പോ ഇതിങ്ങനെ വരും കേട്ടോ. ഭയങ്കര പ്ലെയർഡ് ആണേ. യെസ്. സോ ഇത് നീലത്തും കഴിഞ്ഞാണ് നിൽക്കുന്നത്. സോ ഇങ്ങനെയാണ് വരുന്നത്. ചേർന്നുള്ള കഴുത്താണ്, പഫ് സ്ലീവ് ആണ്. യെസ്, കുറച്ച് ഫ്ലെയർഡ് ആയതുകൊണ്ട് അതിങ്ങനെ നിൽക്കും. സോ വി ക്യാൻ അഡ്ജസ്റ്റ് വിത്ത് ദ ബെൽറ്റ്. എങ്ങനെയുണ്ട്? വളരെ ഫ്രീ ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാം. യെസ്, ഇറ്റ്സ് ലുക്ക് ക്യൂട്ട്. സോ ഹൗസ് ലുക്ക് ദിസ് ലുക്ക്? How this look is? Okay. Let's get to the third dress. The sleeveless ആണ്. സ്ലീവ്ലെസ് ആണെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ സ്ലീവ്ലെസ് ആണല്ലോ, ഷോ ഞാനങ്ങനെ ഇട്ടിട്ടില്ലല്ലോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയല്ല, ഒരു മടിയുണ്ട്, സ്ലീവ്ലെസ് വേണ്ടായിരുന്നു എല്ലാവരും ഉണ്ട്, അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ സോ നമ്മൾ എന്ത് ചെയ്യും?
പലതും പ്രിഫർ ചെയ്യും. സോ അതിനൊരു മറുമരുന്നാണ് ഈ ഡ്രസ്സ് എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെങ്ങനെ വിചാരിക്കുന്നു? പറയൂ. ഇങ്ങനെ ഒരു ഫ്രില്ല്. സോ ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഒരു മര്യാദയ്ക്ക് ഇരിക്കും ഡ്രസ്സേ. ഇങ്ങനെ സ്ക്വയറിനൊക്കെ വരുന്നത്. പിന്നെ ഒന്നും പറയാനില്ല, സോ സോഫ്റ്റ് ആണ്. ലൈനിങ് വന്നിട്ടുണ്ട്. ഫ്രിൽ ഇങ്ങനെ താഴെ മാത്രം, അതിനൊന്ന് ഫ്ലെയർഡ് ആക്കാൻ വേണ്ടി. ജോർജറ്റ് ആണ്. പ്യൂർ ജോർജറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണോ അല്ല കുട്ടിയെ, പ്യൂർ ജോർജറ്റ് അല്ല, കാരണം അത് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും. ഇത് ജോർജറ്റ് ആണ് എന്നെനിക്കറിയാം. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇതൊരു ബേജ് ഡ്രസ്സ് എന്നൊക്കെ നമുക്ക് അടിച്ചു കൊടുത്താൽ ഇത് വരും. ഫ്ലിപ്കാർട്ടിലുണ്ട്, മറ്റേ ഡ്രസ്സ് പോലെ തന്നെ എല്ലാം ഫ്ലിപ്കാർട്ടിലുണ്ട്. പക്ഷെ മീഷോ വഴിയാണ് നമുക്കിത് കൂടുതലും പരിചയപ്പെടാൻ പറ്റുക. സോ ഇത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. ഇതാണ് എത്തിയ ഡ്രസ്സ്. ഇതൊരു നീ ലെങ്ത്തിലേക്കാണ് വരുന്നത്. ഇങ്ങനെ വരുന്നത്. ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇറക്കം എത്രമാത്രം അറിയാൻ പറ്റുന്നൊന്നും അറിയുന്നില്ല. യെസ്, മുട്ട് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് താഴേക്ക്. മേ ബി ഞാൻ കുറച്ചുകൂടെ ഒരു ഫ്ലഫി, ഒരു കുറച്ചുകൂടെ വണ്ണമുള്ള ഒരാളായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടെ കയറിയേനെ. നമ്മൾ മെലിയുമ്പോൾ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഇറങ്ങുമല്ലോ, അതാണ്. എങ്ങനെയുണ്ട്? കംഫർട്ടബിൾ ആണ്. യെസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രം. വെറും 3 ഡ്രസ്സേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. വളരെ പരിചിതമായിട്ടുള്ള ഡ്രസ്സുകളായിരുന്നു. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? എല്ലാം 500 താഴെയാണ്, മറ്റേത് രണ്ടും 300ലും താഴെയാണ്. പിന്നെ എനിക്ക് പോയിന്റ്സും കാര്യങ്ങളൊക്കെ റിഡീം ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ കുറച്ച് നാളെ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് പോയിന്റ്സും കാര്യങ്ങളൊക്കെ റിഡീം ചെയ്യാം. ചിലപ്പോൾ 50 രൂപ 30 രൂപ അങ്ങനെയൊക്കെ ഒരു ഡ്രസ്സിന് റീം ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ 270 ആണെങ്കിൽ 240 കിട്ടും. അപ്പോൾ ആ ഒരു ഡിഫറൻസ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇറ്റ്സ് വെരി നൈസ് എക്സ്പീരിയൻസ്. സോ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കൂടുതലും. അപ്പോൾ എല്ലാ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രം ഷാലൂസ് ബാഗ് ഓഫ് സ്റ്റൈൽസ്. എല്ലാ ലിങ്ക്സും ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. ബൈ.